സൗദി അറേബ്യയുടെ കയ്യിൽ നിന്നും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങണം എന്നുണ്ടെങ്കിൽ അത് ഇന്ത്യ ആയിക്കോട്ടെ മറ്റേത് രാജ്യം ആയിക്കോട്ടെ നമുക്ക് അമേരിക്കൻ ഡോളർ പകരം കൊടുത്ത് മാത്രമേ അത് ചെയ്യാൻ കഴിയുണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ വാരം വരെ. ഇപ്പോൾ സ്ഥിതി അതല്ല. ഏകദേശം 50 വർഷമായിട്ട് അമേരിക്കയും സൗദി അറേബ്യയും തമ്മിലുള്ള പെട്രോ ഡോളർ എഗ്രിമെൻറ്റ് കാലാവധി പൂർത്തിയാക്കി. 50 വർഷത്തേക്കായിരുന്നു എഗ്രിമെൻറ്റ്. സൗദി അറേബ്യ അത് റിന്യൂ ചെയ്യാതെ അവസാനിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ റിപ്പർക്കഷൻസ് എന്തൊക്കെയാണ്? അമേരിക്കൻ ഡോളറിൽ മാത്രമേ ഇത് വാങ്ങാൻ കഴിയുള്ളൂ എന്നുള്ളതിൻ്റെ ഡീലിൻ്റെ പിറകിലുള്ള റീസൺസ് എന്തൊക്കെയാണ്? സൗദിക്ക് ഇത് എങ്ങനെയൊക്കെ ബാധിക്കും? ഇന്ത്യ എങ്ങനെയൊക്കെ ബാധിക്കും? അമേരിക്ക എങ്ങനെയൊക്കെ ബാധിക്കും? ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഇനി ഇത്തരത്തിൽ മൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ US ഡോളറിൻ്റെ ഡൊമിനൻസിന് പുറത്തേക്ക് മൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ലിബിയയുടെയും ഇറാഖിൻ്റെയൊക്കെ ഗതിയെക്കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യും. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു എഗ്രിമെൻറ്റിൻ്റെ പിന്നാമ്പുറത്തിലേക്ക് പോകാം. നമ്മുടെ ഓരോ രാജ്യത്തിലും അതാത് രാജ്യങ്ങളുടേതായിട്ടുള്ള കറൻസികൾ ഉണ്ടാവില്ലേ. ഇപ്പോൾ ഇന്ത്യക്ക് ഇന്ത്യയുടെ രൂപയുണ്ട്, അതുപോലെ US ഡോളറുണ്ട്, സൗദിക്ക് അവിടെ റിയാൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ഇൻ്റർനാഷണൽ ട്രേഡ് വരുന്ന സമയത്ത് ഒരു കോമൺലി എഗ്രീഡ് ആയിട്ടുള്ള ഒരു സംവിധാനം ഉപയോഗിക്കും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇൻ്റർനാഷണൽ ട്രേഡും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഒരു സ്മൂത്ത്നെസ്സിനും മറ്റുമൊക്കെ വേണ്ടിയിട്ടാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാല്യൂ പ്രൊപ്പോസിഷനൊക്കെ വേണമല്ലോ. സെക്കൻഡ് വേൾഡ് വാർ ഒക്കെ കഴിഞ്ഞ കാലത്ത് ഈ ഒരു ബ്രെട്ടൺ വുഡ്സ് കോൺഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. ഈ IMF ഒക്കെ ഫോം ആകുന്നത് അന്നാണ്. ഈ IMF എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല അല്ലേ. ഇൻ്റർനാഷണൽ ട്രേഡിൽ ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ലോണുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് സ്ഥാപിതമായിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ്. അപ്പോൾ അവർ ഇൻ്റർനാഷണൽ ട്രേഡിനെ റെഗുലേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അന്ന് കൊണ്ടുവന്നൊരു റൂളായിരുന്നു എല്ലാ കറൻസിയുടെയും വാല്യൂ പെഗ് ചെയ്തിട്ടുള്ളത് US ഡോളറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. US ഡോളറിൻ്റെ വാല്യൂ ആണെങ്കിലോ അത് ഗോൾഡിലേക്ക് കൺവേർട്ടബിൾ ആണ്. അഥവാ ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ പകരം ഗോൾഡ് കിട്ടും എന്നുള്ള അവസ്ഥ. അതിന് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്നാണ് വിളിക്കുക. ഈ ഗോൾഡ് സ്റ്റാൻഡേർഡ് 1971 റിച്ചാർഡ് നിക്സൺ അവസാനിപ്പിച്ചു. അതായത് ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ പകരം ഗോൾഡ് കിട്ടുന്ന പരിപാടി അവസാനിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എക്കണോമിയുടെ സ്ട്രെങ്ത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഡോളറിൻ്റെ വാല്യൂ എന്നുള്ളത്. അപ്പോൾ എക്കണോമിയുടെ സ്ട്രെങ്ത്തിനെ ബേസ് ചെയ്ത് വരുന്ന കറൻസികളെ വിളിക്കുക ഫിയറ്റ് കറൻസി എന്നുള്ളതാണ് പറയുക. മറ്റേതൊരു ഗോൾഡ് സ്റ്റാൻഡേർഡ് കറൻസികളാണെങ്കിൽ ഇത് ഫിയറ്റ് കറൻസിയാണ്. അപ്പോൾ ഈ ഫിയറ്റ് കറൻസി എന്നുള്ള രൂപത്തിലേക്ക് മാറുമ്പോൾ എക്കണോമിയുടെ സ്ട്രെങ്ത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് US ഡോളറിന് മാർക്കറ്റിൽ എപ്പോഴും ഒരു മൂല്യം ഉണ്ടാവണം, അല്ലെങ്കിൽ അതിന് പ്രാധാന്യം ഉണ്ടാവണം. അപ്പോൾ മാർക്കറ്റിൽ US ഡോളറിന് പ്രാധാന്യം ഉണ്ടാവണമെങ്കിൽ അവർ നടത്തിയിട്ടുള്ള ഒരു ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു ഡീലായിരുന്നു 1974 ജൂൺ 9 സൗദി അറേബ്യയുമായിട്ട് സൈൻ ചെയ്തിട്ടുള്ള പെട്രോ ഡോളർ എഗ്രിമെൻറ്റ്. ഈ പെട്രോ ഡോളർ എഗ്രിമെൻറ്റ് പ്രകാരം സൗദി അറേബ്യ ലോകത്തെ ഏത് രാജ്യത്തിന് പെട്രോളിയം പ്രൊഡക്റ്റുകൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിലും അത് US ഡോളറിലായിരിക്കുമെന്നും ഇനി സൗദി അറേബ്യയ്ക്ക് എക്സസ് ആയിട്ട് വരുന്ന പണം ഉണ്ടല്ലോ, എക്സസ് ആയിട്ട് വരുന്ന പണം ഉപയോഗിച്ച് അവർ US ട്രഷറി ബോണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US ഗവൺമെൻറ്റിന് ഓരോ വർഷത്തെയും എക്സ്പെൻസുകളും അതുപോലെ തന്നെ റവന്യൂ തമ്മിലുള്ള ഗ്യാപ്പുകൾ അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ ലോൺ എടുക്കുന്ന പരിപാടികളാണ് ഈ ബോണ്ട് എന്ന് പറയുക. അപ്പോൾ US ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ഡെബിറ്റ് ഇൻസ്ട്രുമെൻറ്റുകളാണ് ബേസിക്കലി ഗവൺമെൻറ് ലോൺ എടുക്കുന്ന പരിപാടിയാണ്. എന്നിട്ട് അതിനൊരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാകും, അതിന് വർഷാവർഷം ഇത്ര ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ തരും. അപ്പോൾ ബേസിക്കലി സൗദി അറേബ്യ US ഗവൺമെൻറ്റിന് ലോൺ ആയിട്ട് കൊടുക്കുന്ന പൈസയാണ്. അപ്പോൾ സൗദിയിൽ സർപ്ലസ് വരുന്ന പൈസ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം. പകരമായിട്ട് US ഗവൺമെൻറ് എന്ത് ചെയ്യും? സൗദിക്ക് വേണ്ടുന്ന പ്രൊട്ടക്ഷൻ, അതായത് സൗദിക്ക് ഒരുപാട് ഈ ഓയിൽ റിസർവ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ സൗദിക്ക് വേണ്ടുന്ന പ്രൊട്ടക്ഷൻ കൊടുക്കും, കൂടാണ്ട് എക്കണോമിക് കോപ്പറേഷനും. ഇത്രയും കാര്യങ്ങളായിരുന്നു ആ പെട്രോ ഡോളർ എഗ്രിമെൻറ്റിൽ ഉണ്ടായിരുന്നത്. കാലമേറെ മുൻപോട്ട് പോയി ഈ ഒരു ഡോളറിന് ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ ഈ പെട്രോ ഡോളർ എഗ്രിമെൻറ്റിന് വലിയ റോളുണ്ട്. കാരണം സൗദി അറേബ്യ ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ എക്സ്പോർട്ടേഴ്സിൽ ഒന്നാണ്. ഇപ്പോൾ മുൻപ് അവരായിരുന്നു ടോപ്പ്. അപ്പോൾ ഈ ഒരു സ്ഥിതിയിൽ ലോകത്ത് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങണം എന്നുണ്ടെങ്കിലൊക്കെ US ഡോളറിൻ്റെ ഒരു ഡൊമിനൻസ് ഭയങ്കരമായിട്ട് സഹായിച്ചു. അപ്പോൾ ഈ US ഡോളറിൻ്റെ ഡൊമിനൻസ് US മാർക്കറ്റിൽ ഇങ്ങനെ നിലനിർത്തിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ ഇൻ്റർനാഷണൽ ട്രേഡിനും ഇത് വേണം. അപ്പോൾ എല്ലാ രാജ്യങ്ങളും അവരുടെ ഫോറക്സ് റിസർവുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇന്ത്യക്ക് വിദേശത്ത് നിന്ന് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോറക്സ് റിസർവുകൾ വേണം. അപ്പോൾ ഫോറക്സ് റിസർവുകളിൽ നമ്മൾ ഒരു വലിയ വിഭാഗം അത് ഡോളറിൽ കീപ്പ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ട്രേഡിന് നമുക്ക് ഡോളർ വേണം. കുറച്ചൊക്കെ അത് ട്രഷറി നോട്ട്സിൽ അല്ലെങ്കിൽ ട്രഷറി ബോണ്ടുകളിൽ കീപ്പ് ചെയ്യും. കാരണം എഗെയിൻ അതും ലൈക്ക് ഈക്വൽ ടു മണിയാണ്. അപ്പോൾ അത് ട്രാൻസ്ഫർ ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കാര്യങ്ങൾ ബൈ ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ ഇൻ്റർനാഷണൽ ട്രേഡിന് വേണ്ടിയിട്ട് ഡോളർ ഉപയോഗിക്കുന്ന കാരണം US അൺലിമിറ്റഡ് ആയിട്ട് ഡോളറിന് വാല്യൂ ഉണ്ടായി. ഡോളറിന് വാല്യൂ ഉണ്ടാകുമ്പോൾ ബോണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരുന്നു. ബോണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരുന്ന കാരണം US ബജറ്റ് ഡെഫിസിറ്റുകളും മറ്റുള്ള കാര്യങ്ങളും ഈവൻ US ഗ്രോത്ത് ഡെവലപ്മെൻറ്റ് എല്ലാ കാര്യങ്ങളെയും വലിയ തോതിൽ ഈ ഫണ്ടുകളാണ് സഹായിച്ചിരുന്നത്. ഞാനിപ്പോൾ ഡാറ്റ നോക്കുന്ന സമയത്ത് 31
ട്രില്യൺ ഡോളർ, അതായത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഒരു 10 ഇരട്ടിയെങ്കിലും കടത്തിലാണ് US ഗവൺമെൻറ് ഉള്ളത്. ഇതിൻ്റെ അർത്ഥം അത് മോശമാണെന്നുള്ളതല്ല. അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ എല്ലാം ഫ്യൂച്ചറിലേക്ക് മൂവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. കടങ്ങൾ അങ്ങനെയാണല്ലോ, ഭാവിയിൽ അടച്ചു വീട്ടാമെന്നുള്ള രീതിയിലുള്ള ട്രഷറി ബോണ്ടുകളിലൂടെയാണ് ഇതൊക്കെ അവർ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സൗദി അറേബ്യ ഈ ഒരു സിസ്റ്റത്തെ താങ്ങി നിർത്തിയിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു ഡോളറിൻ്റെ ഈ ഒരു എഗ്രിമെൻറ്റ് ഇതിൻ്റെ പിറകിൽ വലിയ റോൾ ഉണ്ടായിരുന്നു. പക്ഷേ കാലം മാറി കുറച്ച് കാലമൊക്കെ മുൻപോട്ട് പോയ സമയത്ത് ഇറാഖിന് ആദ്യത്തിൽ ഇങ്ങനെ തോന്നുകയാണ്, US ഡോളറിൽ നിന്നൊക്കെ മാറിയിട്ട് യൂറോയിൽ വേണം എന്നുണ്ടെങ്കിൽ ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ ഡോളർ അല്ലാത്ത മറ്റുള്ള ഡിനോമിനേഷൻസിലൊക്കെ ട്രേഡ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ US എന്തായി, ഇറാഖിൽ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ അവിടെ ജനാധിപത്യമില്ല, ഇങ്ങനത്തെ പ്രശ്നമൊക്കെ പറഞ്ഞിട്ട് USA ഇറാഖിനെ കയറി അറ്റാക്ക് ചെയ്തു. പിന്നീട് അവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. ഇതുപോലെ തന്നെ ലിബിയ 2010-ലോ 2011-ലോ ഗദ്ദാഫി ഒരു അനൗൺസ്മെൻറ്റ് നടത്തി. അതായത് ആഫ്രിക്ക സ്വന്തമായിട്ട് അവരുടെ ഒരു കറൻസി ഇറക്കുകയാണ്, അത് ഗോൾഡ് ബാക്ക്ഡ് കറൻസി ആയിരിക്കും. ആഫ്രിക്കൻ യൂണിയൻ അല്ലെങ്കിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന് സ്വന്തമായിട്ടൊരു കറൻസി ഇറക്കുന്നു. എന്നിട്ട് ആഫ്രിക്കയിൽ നിന്നും ഓയിലും മറ്റു കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആ കറൻസിയിൽ ചെയ്യണമെന്ന് വരുന്നു. അപ്പോഴെന്താണ്, ഡോളറിൻ്റെ ഡൊമിനൻസ് ഇല്ലാണ്ടാവുകയാണ്. അമേരിക്ക വെറുതെ ഇരുന്നില്ല. അമേരിക്ക എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിബിയയിൽ ഡെമോക്രസി പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക അവിടെയും കയറിയിട്ട് അറ്റാക്ക് ചെയ്തു. ലിബിയയിൽ പിന്നീട് സംഭവിച്ചു, ഗദ്ദാഫി കൊല്ലപ്പെട്ടു, അവിടുത്തെ ഗവൺമെൻറ് ടോപ്പിൾ ചെയ്തു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കറിയുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ മുൻപ് അമേരിക്ക എപ്പോഴൊക്കെ ഡോളറിൻ്റെ അപ്രമാദിത്വത്തെ ആരെങ്കിലും ചോദ്യം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ അവരെയൊക്കെ അമേരിക്ക നിഷ്കരുണം അടിച്ചമർത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സൗദി ഈ എഗ്രിമെൻറ്റ് പുതുക്കാതെ മുൻപോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഇനി സൗദിയിലും ജനാധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക വരുമോ എന്നുള്ളതാണ് നമ്മൾ ഇനി കാത്തിരുന്ന് കാണേണ്ടുന്ന ചോദ്യം. പക്ഷേ അതിലേക്ക് സൗദി ഇറാഖ് പോലെയോ ലിബിയ പോലെയുള്ള സ്ഥലങ്ങളല്ല, അതിന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളതാണ്. സൗദി കുറച്ച് കാലമായിട്ട് മനസ്സിലാക്കുന്ന ഒരു ഫാക്ടറി ഉണ്ട്. ടെസ്ലയുടെ ഫാക്ടറിയിൽ നിന്നോ അല്ലെങ്കിൽ BYDയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏത് ഇലക്ട്രിക് കമ്പനികളുടെ ഫാക്ടറിയിൽ നിന്നും ഓരോ കാർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തും ഒരു ഓയിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള എക്കോണമിയിൽ നിന്ന് റിന്യൂവബിൾ എനർജിയിലേക്കുള്ള ലോകത്തിൻ്റെ ഷിഫ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സൗദി എന്തായാലും മറ്റ് പ്ലാനുകളിലേക്ക് മൂവ് ചെയ്തേ പറ്റൂ. ഇപ്പോൾ പെട്രോളിൻ്റെ ഇതിൽ നിന്ന് ഭയങ്കര സർപ്ലസ് ആയിട്ടുള്ളൊരു ഫണ്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ സുഖലോലുപതയിലോ അല്ലെങ്കിൽ അതിൻ്റെ ഫണ്ട് ഉപയോഗിച്ചോ കഴിഞ്ഞിരുന്ന ഒരു നാട് അതിൽ നിന്ന് മൂവ് ചെയ്തിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡേഞ്ചർ അവരിങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് അവർ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, സൗദി പോലെയുള്ള GCC രാജ്യങ്ങളിലൊക്കെ ഓയിൽ റിച്ച് കൺട്രികളാണ്, അവർക്ക് ലാൻഡ് ഇല്ല, കൃഷി ചെയ്യാൻ ഉപയോഗിക്കാൻ കഴിയുന്ന ലാൻഡൊന്നുമില്ല. അപ്പോൾ അവർ ആഫ്രിക്കയിൽ ഒരുപാട് ലാൻഡുകൾ വാങ്ങുന്നു, ഒരുപാട് ഫുട്ബോളിലും മറ്റുമൊക്കെ എൻ്റർടൈൻമെൻറ്റ് സ്പേസിലൊക്കെയുള്ള ഒരുപാട് ക്ലബ്ബുകൾ വാങ്ങുന്നു, റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടികൾ വാങ്ങുന്നു, അതുപോലെ തന്നെ വലിയ വലിയ കമ്പനികളിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നു. മസായോഷി സണ്ണിൻ്റെ വിഷൻ ഫണ്ടിൽ $45 ബില്യൺ MBS ആണ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ അവരൊരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊന്നും കൂടാതെ സ്വന്തം രാജ്യത്തിൽ തന്നെ അവരൊരു വിഷൻ 2030 എന്നൊക്കെ പറഞ്ഞിട്ട് ടെക്നോളജി, എൻ്റർടൈൻമെൻറ്റ്, ടൂറിസം ഇങ്ങനത്തെ ഇൻഡസ്ട്രിയിലൊക്കെ ഒരുപാട് പുതിയ മുന്നേറ്റങ്ങൾ അവർ അനൗൺസ് ചെയ്തിട്ട് അതിലേക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് ഒരു പോസ്റ്റ് ഓയിൽ വേൾഡിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, അതും ടെക്നോളജിയുടെ ചിറകിലൂന്നിയിട്ടുള്ള ഒരു ശ്രമങ്ങളൊക്കെ അവരൊരു ഭാഗത്ത് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. സൗദി മുൻപ് നടന്നിട്ടുള്ള ഇറാഖോ ലിബിയ പോലെയൊന്നും അല്ല എന്നുള്ളതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ വേണം. അതായത് സൗദി ഓൾറെഡി മനസ്സിലാക്കി ലോകം ഇതിന് പുറത്തേക്കുള്ളൊരു വേൾഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. ഇനി അന്നത്തെ US-ൻ്റെ അവസ്ഥയല്ല ഇന്നുള്ളത്. അന്ന് ലോകത്ത് ഓയിലാണ് പ്രധാന എനർജി സോഴ്സ്. അപ്പോൾ ലോകത്തിൻ്റെ എനർജി സോഴ്സിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ള രീതിയിൽ ഡെമോക്രസി പുനഃസ്ഥാപിക്കാൻ എന്നുള്ള പേരിൽ GCCയിൽ പലയിടങ്ങളിലും അവർ ഒരുപാട് ശ്രമങ്ങളൊക്കെ മുൻപ് നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് മിലിറ്ററി ഇൻവേഷൻസും മറ്റൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് USA തന്നെ അവരുടെ ഒരു ഡിപ്പെൻഡൻസ് ഒഴിവാക്കിയിട്ട് ഇൻഡിപെൻഡൻസ് നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എനർജി പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ, ഷെയിൽ ഗ്യാസിൻ്റെ കാര്യത്തിൽ, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ USA തന്നെ സ്വന്തമായിട്ട് വലിയ പ്രൊഡക്ഷൻ സിസ്റ്റംസ് ഒക്കെ ഉണ്ട്. മാത്രമല്ല റിന്യൂവബിൾ എനർജി സോഴ്സസിലേക്ക് ലോകം മൂവ് ചെയ്യുന്നതും. ഈ കാരണങ്ങൾ കൊണ്ട് നമുക്കൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അഫ്ഗാനിസ്ഥാനിൽ അവർ തിരിച്ചുപോയി. ഇപ്പോൾ GCCയിൽ മുന്നത്തെ പോലെ ഡെമോക്രസി പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊന്നും, അല്ലെങ്കിൽ ലോക പോലീസ് ചമയുന്നതൊക്കെ മുൻപത്തേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർ ഒരുപാട് കുറച്ചിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ USA ഇങ്ങനത്തെ ഒരു ഓറിയൻറ്റേഷൻ അവർ മാറുന്നു എന്നുള്ളത് ഒരു പുതിയ ലോകക്രമത്തിൻ്റെ സൂചനയാണ്. മാത്രമല്ല സൗദി എന്താ ചെയ്യുന്നത്, സൗദി വെറുതെ ഇരിക്കുകയല്ല. സൗദിയുടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓയിൽ വാങ്ങുന്നത് ചൈനയാണ്. മാത്രമല്ല സൗദി റഷ്യയുമായിട്ട് നല്ല ബന്ധത്തിലാണ്. സൗദി റീസെൻ്റ് ആയിട്ട് ബ്രിക്സിൽ ജോയിൻ ചെയ്തു. ബ്രിക്സ് നിങ്ങൾക്ക് അറിയുന്നുണ്ട്, ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക കോർപ്പറേഷൻ ആയിരുന്നു. ഇപ്പോൾ അതിലേക്ക് സൗദിയൊക്കെ വന്നു, പുതിയ രാജ്യങ്ങൾ അതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഡോളർ അല്ലാത്ത ഒരു അൾട്ടർനേറ്റ് കറൻസിയിൽ ട്രേഡും മറ്റ് കാര്യങ്ങളും നടക്കേണ്ടുന്നത് ലോകക്രമത്തിൻ്റെ സന്തുലനത്തിന് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഡോളറിന് പെട്ടെന്നൊരു ഡിവാലുവേഷൻ ഉണ്ടാവുകയോ മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതാത് രാജ്യങ്ങളെയോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ട്രേഡിനെ മൊത്തത്തിൽ ബാധിക്കും. അപ്പോൾ അവർ മറ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള കറൻസികളിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇവൻ ഇപ്പോൾ ഇങ്ങനത്തെ ഈ പെട്രോ ഡോളർ എഗ്രിമെൻറ്റ് അവസാനിക്കുമ്പോൾ ഒരു പോസിബിലിറ്റി ഉള്ള എന്താണെന്നറിയോ, ബിറ്റ്കോയിൻ എന്നുള്ള ഒരു ഡിജിറ്റൽ അസറ്റിനെ പല രാജ്യങ്ങളും അവരുടെ ഫോറക്സ് റിസർവിൻ്റെ
റിസർവ്സിൻ്റെയോ അല്ലെങ്കിൽ അത്തരം അസറ്റുകളുടെ ഭാഗമായിട്ടോ ഒക്കെ അവരുടെ പോർട്ട്ഫോളിയോയിൽ സൂക്ഷിക്കാനുള്ള ഒരു സാധ്യത പറയുന്നുണ്ട്. കാരണം മറ്റുള്ള രാജ്യങ്ങൾക്കിടയിൽ ഈ ഫിയറ്റ് കറൻസികൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു എക്കണോമിയുടെ സ്ട്രെങ്ത് കാരണം നമ്മൾ വാല്യൂ ചെയ്യപ്പെടുന്ന കറൻസികൾ, അത്തരം കറൻസികളുടെ വാല്യുവേഷനിലുള്ള ഈ സ്റ്റെബിലിറ്റിയോ മറ്റ് പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡിജിറ്റൽ കറൻസികളിലേക്ക് അവർ മൂവ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി. ബിറ്റ്കോയിൻ കറൻലി അത്ര സ്റ്റേബിൾ അല്ല, എല്ലാവർക്കും അറിയുന്നുണ്ടാവും, അതിൻ്റെ വാല്യൂവിൽ ഭയങ്കര ഫ്ലക്ച്വേഷനൊക്കെ വരുന്നുണ്ട്. പക്ഷേ മൂവിങ് ഫോർവേഡ് അതൊരു ട്രേഡിനുള്ള അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ വസ്തുക്കൾ കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അതിൻ്റെ വാല്യൂ ഒക്കെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. കുറച്ചും കൂടെ മുൻപോട്ട് പോകേണ്ടി വരും, പക്ഷേ അതൊരു സ്റ്റേബിൾ കറൻസി ആവാനുള്ള ഒരു പൊട്ടൻഷ്യലൊക്കെ ഉണ്ട്. ഈ ഒരു മാറ്റങ്ങൾ, ചൈനയുടെ ഡൊമിനൻസ്, ഇത്തരം കാര്യങ്ങളൊക്കെ സൗദിയുടെ കാര്യത്തിൽ ഫാക്ടറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സൗദി പോലെയുള്ള രാജ്യങ്ങൾ ഇനി ഡോളറിൻ്റെ ഡൊമിനൻസ് നിന്ന് മാറിയിട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് യു എസിനുള്ള റിപ്പർക്കഷൻസ് എന്ത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. യു എസിനുള്ള റിപ്പർക്കഷൻസ് വളരെ സിമ്പിളാണ്. ഇൻഫ്ലേറ്റഡ് ബലൂൺ പോലെയാണ് യു എസിൻ്റെ എക്കോണമി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 31 ട്രില്യൺ ഡോളറിൻ്റെ കടം അല്ലെങ്കിൽ പൊതുകടം യു എസിനുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇത് ഇവരെങ്ങനെയാണ് സർവീസ് ചെയ്യല് എന്ന് ഞാൻ നോക്കി. അതായത് ഇപ്പോൾ ഒരുപാട് ട്രഷറി ബോണ്ടുകൾ അനൗൺസ് ചെയ്തു. ഇത് മെച്യൂരിറ്റി ആവുന്ന പീരീഡിൽ പൈസ തിരിച്ചു കൊടുക്കേണ്ടി വരും, അങ്ങനെ ഉണ്ടല്ലോ, ലോൺ തീർക്കേണ്ട ഒരു പീരീഡ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവരെങ്ങനെ ഇത് തീർക്കലെന്ന് നോക്കിയ സമയത്ത് 2-3 വഴികൾ കണ്ടു. ഒന്ന്, ഇവർ തീർക്കൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യും. ഇപ്പോൾ $10 ബില്യൺ ബോണ്ട് അതിൻ്റെ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ $10 ബില്യൺ പുതിയ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യും. ഇനി അതല്ല, എക്കണോമിക് ഗ്രോത്ത് മാർക്കറ്റിൽ ഉണ്ടാകുന്ന സമയത്ത് റവന്യൂ കൂടുമല്ലോ. അപ്പോൾ റവന്യൂ കൂടുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ആ റവന്യൂവിൽ നിന്നും ഈ ലോണുകൾ തിരിച്ചടക്കാനൊക്കെയുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ അങ്ങനെയല്ല ഉണ്ടാവാറുള്ളത്. മോസ്റ്റ് ഓഫ് ദ ടൈം പഴയ ബോണ്ടുകൾ അതിൻ്റെ മെച്യൂരിറ്റി എത്തുമ്പോൾ പുതിയ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്തിട്ട് അവർ അതിനെങ്ങനെ വീണ്ടും കീപ്പ് ഓൺ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ വലുതാക്കിയാണ് ഇപ്പോൾ $31 ട്രില്യൺ എത്തിയിട്ടുള്ളത്. ഇനി ഡോളറിൻ്റെ ഡൊമിനൻസ് ലോക രാജ്യങ്ങൾ പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡോളറിൻ്റെ വാല്യൂ കുറയാൻ തുടങ്ങും. ഡോളറിനുള്ള ഇൻഹറൻ്റ് ആയിട്ടുള്ള ഡിമാൻഡ് ഉണ്ടല്ലോ, ആ ഡിമാൻഡ് കുറയാൻ തുടങ്ങും. ആ ഡിമാൻഡ് കുറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം എന്താണെന്നറിയോ? അമേരിക്കയിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കൂടും. ഈ ബോണ്ട്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ ആൾക്കാർ അതിൽ ഇൻട്രസ്റ്റഡ് ആവണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ബോണ്ടിനൊരു സ്പെസിഫിക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, ആ ഇൻട്രസ്റ്റ് കണ്ടിട്ടാണല്ലോ ആൾക്കാർ ബോണ്ട് വാങ്ങുന്നത്. അപ്പോൾ ബോണ്ട് വാങ്ങണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരും. ഇത് അമേരിക്കയിൽ ഇൻറ്റേർണലി ബോറോയിങ് കോസ്റ്റ് കൂടുക എന്ന് പറയും. ബോറോയിങ് കോസ്റ്റ് കൂടുമ്പോൾ അത് രാജ്യത്തിനകത്ത് ഡെഫിസിറ്റ് കൂടുതൽ ക്രിയേറ്റ് ചെയ്യാൻ, ഇൻഫ്ലേഷൻ ക്രിയേറ്റ് ചെയ്യാൻ, ഇങ്ങനത്തെ ഒരുപാട് സാഹചര്യങ്ങളിലേക്കൊക്കെ അത് നയിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെയും അമേരിക്കയുടെ കയ്യിൽ ഒരു സൊല്യൂഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ആ സൊല്യൂഷൻ എന്താണെന്നറിയോ? AI ടെക്നോളജിയാണ്. AI ടെക്നോളജിയിലും അല്ലെങ്കിൽ ഇന്ന് ലോകത്തിൽ ആ മേഖലകളിൽ പുതിയ ടെക്നോളജികളിൽ എമേർജിങ് ടെക്നോളജീസിൽ ലോകത്തെ നമ്പർ 1 അമേരിക്കയാണ്. അപ്പോൾ അമേരിക്കയുടെ ഈ ഡൊമിനൻസ് ടെക്നോളജി എക്സ്പോർട്ടിങ്, അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഫൈനാൻഷ്യൽ മാർക്കറ്റുകളിലൊന്നും അമേരിക്കയാണ്. ലോകത്തിലെ മേജർ കമ്പനികൾ നോക്കുക, ഇപ്പോൾ NVIDIA, ആപ്പിള്, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, ഫേസ്ബുക്ക്, ഈവൻ ടെസ്ല, എല്ലാ മേജർ കമ്പനികളും ട്രില്യൺ ഡോളർ വാല്യുവേഷൻസ് ഉള്ള കമ്പനികളൊക്കെ തന്നെ അമേരിക്കൻ ബേസ്ഡ് ആണ്. അപ്പോൾ ഈ അമേരിക്കൻ ബേസ്ഡ് കമ്പനികളിലേക്ക് ഫോറിൻ ഫണ്ടുകൾ വരുമ്പോൾ നെസസറിലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ എക്കണോമിയിലേക്ക് കൂടുതൽ ഫണ്ട് വരില്ലേ. അപ്പോൾ സൗദി ഈ പെട്രോ ഡോളർ ഡൊമിനൻസ് നിന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു പക്ഷേ ഡോളറിൻ്റെ വാല്യുവേഷനിൽ കുറച്ച് താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ബിറ്റ്കോയിൻ്റെ മൂല്യം ഒരു പക്ഷേ കുറച്ചും കൂടെ സ്റ്റേബിൾ കറൻസി ആയിട്ടൊക്കെ ഭാവിയിൽ ഉപയോഗിക്കപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അവരുടെ ഫോറക്സ് റിസർവിൻ്റെ ഒക്കെ ഒരു പോർഷൻ അതായി മാറാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ചും കൂടെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള എക്കണോമിക് സ്ട്രാറ്റജികളിലേക്ക് ലോകരാജ്യങ്ങൾ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു റിപ്പർക്കഷൻസ് ആയിട്ട് പറയുന്നത്. ഇനി സൗദിയുടെ സ്ട്രാറ്റജി എന്തായിരിക്കും? മലയാളികളായിട്ടുള്ള അങ്ങോട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ല ഒരു മൂവാണ്. ഇത് നല്ല മൂവ് ആകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് കൂടുതൽ പ്രാധാന്യമുള്ള രീതിയിലേക്കൊക്കെ ഇന്ത്യ സൗദി ബൈലാറ്ററൽ റിലേഷനൊക്കെ ഒരുപാട് മെച്ചപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള വൈറ്റ് കോളർ ജോബുകളും ബ്ലൂ കോളർ ജോബുകൾക്കൊക്കെ സൗദിയിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രാധാന്യമൊക്കെ ഭാവിയിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ രൂപ കൊടുത്തിട്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. സ്വാഭാവികമായിട്ട് അവർക്ക് തിരിച്ചും ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പ്രൊഡക്റ്റുകൾ വാങ്ങാൻ പറ്റും. ഈ ഒരു ബൈലാറ്ററൽ എഗ്രിമെൻറ്റ് കൂടുതൽ സ്ട്രെങ്തൻ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം മുൻപ് ഇതിലൊക്കെ US-ൻ്റെ കൈക്കടത്തലുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ മാറാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സൗദി ആൾറെഡി ഇന്ത്യയിലുള്ള പല എൻ്റർടൈൻമെൻറ്റ് സെക്ടറിലും മറ്റുമൊക്കെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്ന വാർത്തയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവൻ ഇന്ത്യയിലുള്ള പല മേജർ കമ്പനികളിലും സൗദിയുടെ PIF ഒക്കെ ഫണ്ടിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടൈംസിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം ലോകത്ത് ഒരു അപ്രഖ്യാപിതമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഫൈനാൻഷ്യൽ പ്രതിസന്ധിയൊക്കെ കടന്നുകൊണ്ട് പോയിരിക്കുകയാണെന്നുള്ളൊരു വാർത്തയൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു US സെൻട്രിക് ആയിട്ടുള്ള വേൾഡ് എക്കണോമിക് സിസ്റ്റത്തിൽ നിന്ന് ഒരു ഷിഫ്റ്റ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും സാങ്കേതികമായിട്ടുള്ള അമേരിക്കയുടെ ഒരു മൈറ്റ്, അത് എപ്പോഴും നമ്മൾ പറയുന്ന പോലെ മിലിറ്ററിയുടെ സ്ട്രെങ്ത് മാത്രമല്ല അമേരിക്ക, ദ വേ ഓഫ് ലിവിങ്
അതുപോലെ തന്നെ അമേരിക്കയുടെ ഈ ഒരു സോഫ്റ്റ് പവർ അഥവാ ടെക്നോളജിയിലും മറ്റൊക്കെയുള്ള അവരുടെ സ്ട്രെങ്ത്തൊക്കെ അമേരിക്കക്ക് ഒരു ഡൊമിനൻസ് നൽകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഡോളറിൻ്റെ എൻഡോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഡോളറിനെ ഈ ഒരു ഇൻ്റർനാഷണൽ കറൻസി ആയിട്ട് ഇനി ലോകരാജ്യങ്ങൾ ഉപയോഗിക്കാതിരുന്നാൽ പോലും ഒറ്റയടിക്ക് അമേരിക്ക തകരുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ സാധ്യതകളൊന്നുമില്ല. പകരം എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ സിസ്റ്റത്തിലേക്ക്, അത് ഈവൻ ഒരു ഡിജിറ്റൽ കറൻസി ആണോ, ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് സിസ്റ്റംസ് ആണോ, ഈവൻ അതല്ല ഒരു കുറച്ചും കൂടെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള എക്കണോമിക് പോർട്ട്ഫോളിയോ ആണോ എന്നുണ്ടെങ്കിലും അത്തരം കാര്യങ്ങളിലേക്കുള്ള ഒരു ഷിഫ്റ്റിൻ്റെ ഒരു തുടക്കം നമുക്ക് ഇതിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ സൗദി എന്തായാലും അവരുടെ 50 വർഷമായിട്ടുള്ള പെട്രോ ഡോളർ എഗ്രിമെൻറ്റ് പുതുക്കാതെ മുന്നോട്ട് പോവുകയാണ്. ലോകരാജ്യങ്ങളും അതിനൊത്തുള്ള പുതിയ മാറ്റങ്ങൾ സ്വീകരിക്കുമെന്നുള്ളത് നമുക്കിനി വരുന്ന ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാൻ കഴിയും.